കട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തളം ബാലിന്റെ ഗാനമേള എന്ന് പറയുന്നത് നിയമസഭയില് ഇ.കെ. നയനാർ പറഞ്ഞു, ചതുരംഗം സിനിമയിൽ മോഹൻലാൽ പറയുന്നത് കോട്ടയം നസീർ കലാഭവൻ മണി വി.ഡി. രാജപ്പന്റെ അമിട്ട് എന്ന് പറഞ്ഞൊരു കാസറ്റ് ഉണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. ആദ്യം കേട്ടപ്പോൾ ഒരു വിഷമാണ്, പിന്നെ ഒരു നെഗറ്റീവ് ആണോ എന്നുള്ളത്. പക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ. അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു, മിണ്ടാതെ പാഞ്ഞു എന്നാ. ഇതിനെ എന്നെ കൊന്നു കൊല വിളിക്കുന്നുണ്ട്. ഞാൻ അത് ചെയ്യാൻ പാടില്ല. വിവരമില്ലാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രണയം തോന്നാന്ന് വെച്ചാൽ എനിക്ക് വന്ന് 24 വയസ്സുണ്ട്. കളിപ്രായം അല്ലല്ലോ, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടും പക്വതയുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങള് രജിസ്റ്റർ മാരേജൊക്കെ ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ വീട്ടിൽ സമ്മതിക്കില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഞാനൊരു സ്റ്റൈഫൻഡ് സ്റ്റുഡൻ്റ് ആണ്. എന്നെ ഉൾക്കൊള്ളണം. ഇവര് കോട്ടയ്ക്കകത്ത് പിന്നെ ബ്രാഹ്മൺസിന്റെ ഇടയ്ക്ക് വളർന്നവരാ, മനസ്സിലായില്ലേ? എന്നെ ഉൾക്കൊള്ളണമെങ്കിൽ ഞാൻ എൻ്റെ യഥാർത്ഥ ജീവിതം ഞാൻ ആരാണെന്ന് അറിയണം. സരിഗപദ സദാ രവീന്ദ്രൻ മാസ്റ്റർ നടത്തുന്ന രവീന്ദ്ര സംഗീതമൊക്കെ അതിലൊന്നും പന്തളം ബാലൻ വന്നിട്ടില്ല. അവരുടെ ഇല്ലായ്മ സമയങ്ങൾ അവരോടൊപ്പം ചേർന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഇളയ മകൻ നവീൻ മാധവൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. മാസ്റ്റർക്ക് അറിയാം, രവീന്ദ്രൻ മാസ്റ്റർ പാട്ട് പ്രതീക്ഷിച്ച് പോയ ഒരാളാണ് ഞാൻ. രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകൾ പാടി ജീവിച്ച ഒരാളാണ് ഞാൻ. രാമകഥാഗാനലയം മംഗളമൻ തമ്പുരുവിൻ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, ഏ ഗന്ധർവ എന്നൊക്കെ പാടിണ്ട. അത് ഏത് വീണയാന്നല്ല പി.ആർ. പ്രസാദ് ചോദിച്ചെന്ന് പറഞ്ഞു. കാസറ്റോട് തന്നെ ചോദിച്ചത് ഗന്ധർവ വീണ ഏതാണെന്ന്. ഗന്ധർവ വീണയാകൂ നീ ദേവി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പന്തളം ബാലനും ലക്ഷ്മി ബാലനുമാണ് നമുക്കൊപ്പോൾ. ഹായ് സർ, നമസ്കാരം. പന്തളം ബാലന്റെ ഗാനമേള എന്ന് പറയുന്നത് ഒരുപാട് കാലം ഞങ്ങൾ പുറകെ നടന്ന് കണ്ട ഗാനമേളകളിൽ ഒന്നാണ്. അന്ന് മുതൽ തന്നെ നമ്മുടെ നാട്ടിലെ കലാകാരൻ അല്ലെങ്കിൽ നാട്ടിലെ കലാകാരന്മാരെന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പേരായിരുന്നു സാറിൻ്റെ പേര്. ശരിക്കും തമാശകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോമഡിക്കാര് പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തളം ബാലന്റെ ഗാനമേള എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്ന ഒരു ബഹുമതിയായി കരുതാൻ പറ്റുന്ന ഒരു തമാശയാണ്. ആദ്യകാലത്ത്, അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിങ്ങനെ. ഇപ്പോഴത്തെ ഫേമസ് സിംഗറാണ് ഹരിശങ്കറിന്റെ അച്ഛൻ ആലപ്പി ശ്രീകുമാർ സാറാണ്. അവിടെ തന്നെ പറ്റി ഇങ്ങനെ ഒരു സാധനം കേൾക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് ശരിക്കും അത് പിന്നെ അതങ്ങനെ നിയമസഭയിൽ ഇ.കെ. നയനാർ പറഞ്ഞു, പിന്നെ ചതുരംഗം സിനിമയിൽ മോഹൻലാൽ പറയുന്നത് കോട്ടയം നസീർ കലാഭവൻ മണി വി.ഡി. രാജപ്പന്റെ അമിട്ട് എന്ന് പറഞ്ഞൊരു കാസറ്റ് ഉണ്ട്. അത് അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് വിറ്റുപോയതാണ്, അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ആദ്യം കേട്ടപ്പോൾ ഒരു വിഷമാണ്, പിന്നെ ഒരു നെഗറ്റീവ് ആണോ എന്നുള്ളത്. പക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ. അത് അറിയാത്തവർ പോലും ഇതാരാണ് എന്ന് നോക്കും. ഇപ്പം ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കാണാമല്ലോ. അന്നത്തെ കാലത്ത് അത് പറ്റിയല്ല. ഇപ്പം അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല. അതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു വിസ്മയ കാഴ്ചകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വന്ന കാര്യം പിന്നെ അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. സുരാജ് ഉണ്ടായിരുന്നു, ബാലേട്ടനെ വിളിക്കുന്നു പറഞ്ഞിട്ട്. അന്ന് ആരെ കയറ്റി വിട്ടില്ല, എന്നെ മാത്രം കയറ്റി. ഗോൾഡൻ സെന്ററിൽ ന്യൂയോർക്കിൽ. അപ്പം ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടെ വന്നിട്ട് പിന്നെ പത്രത്തിൽ എഴുതിയിരുന്നു, മനോരമ പത്രത്തിൽ, പന്തളം ബാലനെ ഇങ്ങനെ അമേരിക്കയിൽ ഗോൾഡൻ സെന്ററിൽ വെച്ച് കണ്ടപ്പോൾ ഒരു വിസ്മയം പോലെ എനിക്ക് തോന്നി. അന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ട്രെയിൻ യാത്രയിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ച വഴിയിൽ ഞങ്ങൾ സംസാരിച്ചു, ഇങ്ങനെ പട പിടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തളം ബാലൻ്റെ ഗാനമേള എന്ന് പറയുന്ന പോലെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സീറ്റിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് ആള് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് നടന്ന കേസാണ്. നമുക്ക് രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ടിൽ തുടങ്ങാം. കാരണം ഏറ്റവും കൂടുതൽ പാട്ടുകൾ രവീന്ദ്രൻ മാഷിന്റെ ആണ് പന്തളം ബാലൻ ഗാനമേളകളിൽ. അതെ, ശ്രീലതികളിൽ തുടങ്ങാനാണ് വിചാരിച്ചത്. അതെ.
ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളിമകളെ തേൻ കുളിർമൊഴിയെ അരിയൊരിയൂ ഞാലതിലിരുന്നാടു കനകലിപികളിൽ എഴുതിയ കവിത നനഴകിഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. വാവ്. ശരിക്കും ഈ പാട്ട് കണ്ടിട്ടാണോ നിങ്ങൾ തമ്മിൽ ഇഷ്ടം തുടങ്ങിയത്? അങ്ങനെയല്ല. ലവ് മാരേജ് ആണെന്ന് എനിക്കറിയാം. അതെ. അതെങ്ങനെയായിരുന്നു? കഥ ഒന്ന് പറയോ? കഥ ഞാൻ സംഗീത കോളേജിൽ ഗാനഭൂഷണം പഠിക്കുമ്പോൾ പ്രവീണയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ, ഞാൻ സീനിയർ ആളാണ്. സീനിയർ 6-7 വർഷം സീനിയർ. ഓ. കളിക്കരുത്. പാട്ട് വർത്താനായിരുന്നോ ശരിക്കും? അല്ല, പാട്ട് കേട്ടിട്ടല്ല. ആ, അത് എല്ലാവരും പറയുന്ന പാട്ട് കേട്ടിട്ടാണ്, പക്ഷെ അങ്ങനെയല്ല. പാട്ടൊക്കെ പിന്നെയാണ് കേട്ടത്. എങ്ങനെയായിരുന്നു സംഭവം? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഉമ ആ. അടക്കം പ്രഭുര്. ഉമ ആണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഉമ്മയെ ഞാനും നേരത്തെ പരിചയക്കാരാണ്. ആ, ആ. അപ്പോൾ എറണാകുളത്തൊക്കെ പാടാൻ പോകുമ്പോൾ ഉമ്മ ഞങ്ങൾ ഒരുമിച്ച് ഗാനമേളയല്ല. അപ്പം സർപ്രൈസ് ആയിട്ടാണ് ഈ കോളേജിൽ വെച്ച് കാണുന്നത്. ഉമ്മയെ കണ്ടതും ഇവർ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുത്തി. ആ. പക്ഷെ എന്താണ് ഇഷ്ടപ്പെട്ടതെന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും എന്തായിരുന്നു ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? എന്തായിരുന്നു? ഞാൻ പറഞ്ഞത് ഞാനാ സംസാരിച്ചത്. അപ്പം അങ്ങോട്ട്. സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു സാരി ഉടുത്ത് നല്ല പക്വതയുള്ള നല്ല ഈ കണ്ണാടിയല്ല, ഇത് കണ്ണാടി ഇവിടെ ആ കണ്ണാടിയൊക്കെ വെച്ച് നല്ല പക്വതയുള്ള ഒരു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറന്ന് പാടുന്ന സമയമാണ്. എനിക്ക് ഒരുപാട് ലവ് ലെറ്റേഴ്സും ഒരുപാട് ആരാധകരും ഒക്കെ ഉള്ള സമയം ഇപ്പോഴും ഉണ്ട്. പോട്ടെ. നമുക്ക് പിന്നെ പിടിക്കാം. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും എനിക്കൊരു കല്യാണം കഴിക്കണം. ജീവിതം അങ്ങനെ നിങ്ങൾ അല്ല, അപ്പൊ ആ പ്രായമായി. പ്രായമായ കാരണം ചുമ്മാ പ്രേമിച്ച് നടക്കുന്നൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഞാനൊരു സ്റ്റൈഫൻഡ് സ്റ്റുഡന്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ എന്നെ ഉൾക്കൊള്ളണം. ഇവര് കോട്ടയ്ക്കകത്ത് പിന്നെ ബ്രാഹ്മൺസിന്റെ ഇടയ്ക്ക് വളർന്നവരാ, മനസ്സിലായില്ലേ? എന്നെ ഉൾക്കൊള്ളണമെങ്കിൽ ഞാൻ എൻ്റെ യഥാർത്ഥ ജീവിതം ഞാൻ ആരാണെന്ന് അറിയണം. പിന്നീട് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് കല്യാണം കഴിക്കാനാണ് താല്പര്യം. അപ്പം അങ്ങനെ പോയി 3-4 വർഷമായി. അങ്ങനെ ആണ് ഇങ്ങനെയായത്. അല്ല, അവിടെ കഥ തീർന്നില്ല. അങ്ങനെ ഒരു സാധനം പറയുന്നു. അപ്പോ എന്തായിരുന്നു റെസ്പോൺസ്? അപ്പോൾ എനിക്ക് ആദ്യം അങ്ങനെ ഒന്നും തോന്നിയില്ല. ഞാനും അധികം സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പം കറുപ്പിന് വെറുപ്പായിരുന്നു. ഓ, കറുപ്പിന് കാരണം വേണ്ടൂല്ല അന്ന് പണ്ട്. അല്ല, അങ്ങനെ അല്ല, അന്ന് നമുക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല. അപ്പൊ അന്നങ്ങനെയായിരുന്നു, വെളുത്ത് നല്ല പൊക്കമുള്ള അങ്ങനെയൊക്കെയാണ് സങ്കല്പം. പക്ഷെ പിന്നെയാണ് മനസ്സിലായി വെളുപ്പിലും കറുപ്പിലും ഒന്നും കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഓപ്പണായിട്ട് സംസാരിച്ചു. അങ്ങനെ കള്ളം പറഞ്ഞ് വന്നില്ലല്ലോ. അപ്പോൾ കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമുക്ക് ചിലത് സ്പാർക്ക് ഉണ്ടല്ലോ, അങ്ങനെ ആയിരിക്കും അത് പിന്നെ 30 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ആ പറയുന്ന സമയത്ത് ഉള്ളിൽ എന്താ ചിന്തിച്ചിരുന്നത്? ഉള്ളിലെന്താണ് അപ്പം, പക്ഷെ അങ്ങനെ ഭയങ്കര ഒരു നല്ല കൊയിറ്റായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു സംസാരം എന്ന് തോന്നി. ഇങ്ങനെ ഒരു കളിക്കുന്ന ഒരു ആൺപിള്ളേർ ഇങ്ങനെ എന്താണ് അല്ല, ഒരു പൈങ്കിളി അല്ല എന്ന് തോന്നി. വേറെ കാര്യം എന്ന് വെച്ചാൽ അന്ന് മ്യൂസിക് കോളേജിൽ ഒരു സ്റ്റുഡൻറ്റിന് വരുന്ന ഫോണ് ആകെ തരുന്ന എനിക്കാണ്. അപ്പോൾ അത്ര അവിടെ എല്ലാം ഫേമസ് ആണല്ലോ ഞാൻ. കാരണം ആ കാലഘട്ടത്തിൽ ജി കാർത്തികൻ സാറ് പറഞ്ഞിട്ട് പന്തളംപാലിനെ തട്ടാതെ ഒരു വേദി പോകില്ലായിരുന്നു പറഞ്ഞ ആ കാലഘട്ടം. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടവും കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ടീച്ചേഴ്സായാലും വലിയ കാര്യമാണ്. അപ്പം അതൊക്കെ അതും ഒരു ഘടകമായിരിക്കാം. എനിക്കറിയാം, ഞാൻ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇന്നത് സംസാരിക്കണം, സംസാരിക്കേണ്ട വേദിയായി. ഇനിയെങ്കിലും സംസാരിക്കണ്ടേ? നമ്മൾ 30 വർഷം കഴിഞ്ഞില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ആ സ്വഭാവം ഒക്കെ ഇഷ്ടപ്പെട്ടു, ഓപ്പൺനെസ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിലും ഒരു പ്രണയം തോന്നാൻ അത്രയും മതിയോ? സ്പാർക്കല്ലല്ലോ, നമ്മള് മറ്റൊരു സങ്കല്പത്തിലായിരുന്നു. പ്രണയം തോന്നാന്ന് വെച്ചാൽ എനിക്ക് വന്ന് 24 വയസ്സുണ്ട്. നമ്മൾ ആ ഒരു കളിപ്രായം അല്ലല്ലോ, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടും പക്വതയുള്ള സമയമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ദൈവം ഓരോരുത്തരെയും കരുതി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, വീട്ടിൽ പറയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ. വീട്ടിൽ പറയാൻ ഞങ്ങള് രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ വീട്ടിൽ സമ്മതിക്കില്ല. അങ്ങനെയായിരുന്നു. എന്നിട്ട് പിന്നീട് ആക്സെപ്റ്റൻസ് ഉണ്ടായോ അവരുടെ? പിന്നെ എൻ്റെ വല്യമ്മ, മറ്റേ പഴയ കാർത്തിക റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്, അത് എൻ്റെ വല്യമ്മയുടെ മോളാണ് മീനി ചേച്ചി. അപ്പം ആ ചേച്ചി ചേട്ടന്മാരെ എല്ലാം ഇടപെട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചും ഒക്കെ കല്യാണമായിട്ട് നടത്തി. പുന്നപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ദേവരാജ മാഷ്, ലെനിൻ രാജേന്ദ്രൻ, നെയ്യാറ്റിങ്കര വാസുദേവൻ സാർ, ഇടവ ബഷീർ, കല്ലറ ഗോപൻ, അങ്ങനെ സംഗീത മേഖലയിൽ പ്രമുഖരായ
അന്ന് എൻ്റെ വലിയച്ഛൻ്റെ മകനാണ് പന്തളസുകാരൻ. അദ്ദേഹം എക്സൈസ് മന്ത്രിയായിരുന്നു. അദ്ദേഹം അന്ന് പിന്നെ ഈ കല്യാണത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതും അദ്ദേഹമാണ്. എന്നെ ഒരു പാട്ടുകാരനാക്കിയത് വലിയ പങ്ക് വഹിച്ചതും അദ്ദേഹം തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ്. 1989 ദേവരാജ മാസ്റ്റർക്ക് വേണ്ടി പാടിയിട്ടും ഈ പറയുന്ന 94 തോന്നുന്നു രവീന്ദ്രൻ മാഷ് പഠിപ്പിക്കുന്നത്. 2000 അപ്പൊ അതിനിടയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പാട്ടുകൾ തന്നിട്ടുണ്ട് ദേവരാജ മാസ്റ്റർ. ദേവരാജൻ മാഷുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ 87 എന്തോ ആണെന്ന് തോന്നുന്നു. 87 88 പിന്നെ 13ാം പാർട്ടി കോൺഗ്രസ് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നത്. അപ്പോൾ അന്നേരത്തേക്ക് ഈ കോളേജുകളിൽ നിന്ന് ഒരുപാട് ഗായകരെ വേണം, സ്റ്റുഡൻസിനെ വേണം കോറലിലേക്ക്. അങ്ങനെ ഞാനും അവിടെ പോയതാണ്. അപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഒരു പക്ഷേ മാഷക്ക് സെലക്റ്റായി, ഞാൻ പിന്നായി. അവിടെ മുതൽ ഞാനുമായിട്ടുള്ള സ്നേഹം തുടങ്ങി. ഈ ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ അതുല്യ സംഗീത കുലപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. പാട്ടിൽ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തന്ന അംഗീകാരം. കാരണം ആ ഗ്രൂപ്പിൽ വന്ന ഒരാളാണ് എം ജയചന്ദ്രൻ, ജി ശ്രീറാം. പക്ഷേ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് CPIയുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് മുതലക്കുളം മൈതാനത്ത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പേര് ട്രെയിനിൽ കോഴിക്കോട് പോകുന്നു. അവിടെ രാവിലെ ഇറങ്ങി ഞങ്ങൾ സ്റ്റേജിലേക്ക് പോകുന്നു. എല്ലാവരും അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അവിടെ അനൗൺസ് ചെയ്യുന്നു, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വിപ്ലവ ഗാനമേള. ചലച്ചിത്ര പിന്നണി ഗായിക ശ്രീമതി പി മാധുരിയും പന്തളം ബാലനും നയിക്കുന്ന. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പം മാസ്റ്റർ എന്നെ എവിടെയോ ഒരു സ്പാർക്ക് കിട്ടിക്കാണും, ഇവൻ കൊള്ളാം. അല്ലെങ്കിൽ മാസ്റ്റർ ഇൻ്റർവ്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് പല നോട്ട്സുകളും മേളിൽ വരെ, അതായത് ഇത് 3 ഒറ്റയാണ്. അപ്പം ആ റേഞ്ച് അവർക്ക് എത്ര എന്താ പറഞ്ഞ ആരെയെല്ലാം പാടിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പം അത് ഇവരിൽ കാതലായ ഒരു സംഗീതം ഉണ്ടെന്ന് മനസ്സിലായി കാണും. കാതലെന്ന് ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ, അത്രയും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പിന്നെ സഖാവ് എന്ന സിനിമയിൽ എന്നെ പാടിച്ചതും പിന്നീട് മാവൂർ റയോൺസ് പിന്നെ ഒരുപാട് ഡോക്യുമെന്ററീസും പിന്നെ നാടകങ്ങൾക്ക് ഗോത്രം എന്ന് പറയുന്ന സിനിമ ഉണ്ടായി, സാക്ഷരതയുടെ, പിന്നെ സായി കുമാറൊക്കെ അഭിനയിച്ചൊരു അതിനകത്ത്. ഇതൊക്കെയായിരുന്നു. പിന്നെ മാഷന്റെ മാധുരി അമ്മയുടെ ഗാനമേളകൾക്ക് ഞാനും എം ജയചന്ദ്രനുമായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഈ രവീന്ദ്ര മാഷിന്റെ എന്റെ ഹൃദയത്തിന്റെ ഉടമ ഗോപി സാർ സംവിധാനം ചെയ്ത സിനിമയാണ്. എനിക്കതിലെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അതില് പാടിക്കുന്ന സമയത്ത് അതിപ്പോ ആ പാട്ടും ഹിറ്റാണ്. ഇല്ലൊരു മലർച്ചില്ല ചേക്കേറുവാൻ എന്ന് പറയുന്ന പാട്ട് ONV സാറാണ് എഴുതി. അതും ഒരു ഭാഗ്യമാണ്. ഇത് ആദ്യഘട്ടത്തിലും ONV സാറിന്റെ പാട്ടാണ് ദേവരാജൻ മാസ്റ്റർക്ക് വേണ്ടി പാടുന്നത്. പിന്നീട് രവീന്ദ്രൻ മാഷിന് വേണ്ടിയിട്ട് ONV സാറിന്റെ പാട്ട്. ആദ്യത്തെ പാട്ട് പിരപ്പൻകോട് സാറിന്റെ പാട്ടാണ്. പിരപ്പൻകോട് സാറാണ്. ഞാൻ വിചാരിക്കുന്നത് അത് ONV എഴുതിയതല്ല, പിരപ്പൻകോട് സാറാണ്. സഖാവ് വിപ്ലവത്തിന്റെ ശുക്ല നക്ഷത്രം, നമ്മുടെ ലംബോ പ്രേംകുമാർ ആദ്യമായിട്ട് സിനിമയിൽ വന്നത്. ഞങ്ങൾക്ക് ഒരു സിനിമയിൽ കൂടെയാണ് വന്നത്. ഞാൻ, പ്രേംകുമാർ, നേമം പുഷ്പരാജ്, ഇവരെല്ലാം ഫസ്റ്റ് സിനിമയാണ്. പക്ഷെ പടം ഇറങ്ങിയില്ല. പാട്ട് റെക്കോർഡിങ് വളരെ വലിയ പ്രോജക്റ്റ് ആയിരുന്നത്. PA ബക്കറിന്റെ പടമല്ലായിരുന്നു. പക്ഷേ എന്തോ അത് നിലച്ചു പോയി. അപ്പോൾ നമ്മൾ ഇനി ഇല്ലൊരു മലർച്ചില്ല ചേക്കേറുക ആ പാട്ട് കിട്ടാനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്ന് വെച്ചാൽ ഞാനും അന്ന് രവീന്ദ്രൻ മാഷ് ഞങ്ങൾ ഭയങ്കര കൂട്ടായിട്ട്, ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നത്, എന്നെ അങ്ങോട്ട് ഞാൻ പലയിടത്തും ആഗ്രഹിച്ചിട്ടുണ്ട് രവീന്ദ്രൻ മാഷ് ഒന്ന് കാണണമെന്ന് പരിചയപ്പെടുന്നു. പക്ഷെ ഒരാളും എന്നെ സഹായിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കൽ പിന്നെ ചെന്നൈയിൽ ഞാൻ ഡവാ ബഷീർക്കയുടെ പിന്നെ സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് ദാസാറിനെ വിളിക്കാൻ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ രവീന്ദ്രൻ മാഷിൻ്റെ അടുത്തോട്ട് ഒന്ന് പോയിരുന്നു. അന്ന് അങ്ങനെയൊന്നും ഓർക്കത്തില്ലല്ലോ. പക്ഷേ പിന്നെ എന്നെ അങ്ങനെയുള്ള സാഹചര്യം എനിക്ക് ഒരുക്കി തന്നത് പന്തളം സുധാകരൻ ചേട്ടനുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു ഇവിടെ കോസ്മോയുടെ ബാക്കിലുള്ള ഒരു വീട്ടിലാണ് മാഷ് താമസിക്കുന്നത്. അവിടെ ചെല്ലുന്നപ്പോഴത്തേക്ക് ഈ പാട്ട് ചൂണ്ടി ലാ 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 ഇത് തന്നെ ലാ 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 ചേക്കേറുവാൻ
ട്യൂൺ മാത്രമേ ഇടുന്നുള്ളൂ. ഉം. ലാ 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 രേ 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 രേ. ഇതാണ് ഞാൻ ചെല്ലുമ്പോൾ സ്വപ്നങ്ങൾക്കൊക്കെയും ഒരു 7 പാട്ടത്. സ്വരങ്ങൾ ചിറക് നൽകി എന്ന് പറഞ്ഞത്. ശരിക്കും പിന്നെ പി ജയചന്ദ്രൻ അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടേണ്ട ഒരു പാട്ടായിരുന്നു ശരിക്കും. ആ കാലയുടെ ആ സീസണിൽ ആ ഇറങ്ങിയ ഏറ്റവും പാട്ട് നല്ല പാട്ട്. അങ്ങനെ പറ്റൂ, നമുക്കിനി വേറൊരു രീതിയിൽ സങ്കല്പിക്കാൻ പറ്റില്ല. ഒന്നുമല്ല, അത് അന്നേരം ട്യൂണിട്ട് മോഹൻവി സാറ് മനോഹരമായിട്ട് എഴുതിയൊരു പാട്ടാണ്. ഈ പടത്തിന്റെ വർക്കും പകൽപൂരത്തിന്റെ വർക്കും ഒരുമിച്ച് എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഇതാണ്. അപ്പം ഞാനും ഫുള്ളുണ്ട് ഇതിനകത്ത്. മറ്റേ പകൽപൂരത്തിലെ എസ് രമേശൻ നായരാണ്. എസ് നായർ അതിനകത്ത് ടൈറ്റിൽ സോങ് ഞാനാ പാടിക്കുന്നത്. ഇനിയും നിന്നോ അതൊക്കെ ട്രാക്ക് പാടി ഞാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ രണ്ടും കൂടെ പാടണം എന്ന് പറഞ്ഞ് മാഷ കൂടെ ഞങ്ങളുണ്ട്. അപ്പം എനിക്ക് അടൂർ ഗാനമേളയുണ്ട്. അപ്പം ഞാൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അടൂർ വന്നു. ഗാനമേളയെല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പിന് ഞാൻ തിരിച്ച് എറണാകുളത്ത് ചെന്നു. അപ്പോഴത്തേക്ക് രാവിലെ മാഷിൻ്റെ മോനെ എടാ ഇന്നലെ ഒരു ട്രാക്ക് പാടിയിരിക്കുന്നത്, നീ ആ പാട്ടൊന്ന് മാറ്റി ഒന്ന് പാടിയിടണം. രാവിലെ ഗോപിയേട്ടൻ വരും പാട്ട് കേൾക്കാൻ വേണ്ടി, ഭരത് ഗോപി ഇതിലെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി വരും, ഒന്ന് വൃത്തിയായിട്ടൊന്ന് പാടിയിട നീ. അങ്ങനെ ഫ്രാൻസേട്ടൻ രാവിലെ വന്ന് ഈ പാട്ട് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇദ്ദേഹം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എന്നെ കൂടെ വിളിച്ചു. ഞാനിവിടെ പോയി ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് കയ്യ വയ്യല്ല അദ്ദേഹത്തിന് ആ സമയം. ചോദിച്ചു, രവി ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്? ഇന്നുപോലെ പന്തളം പറഞ്ഞ അയാൾ ആരും ആയിക്കോട്ടേക്ക് പാട്ടെന്ന്. അങ്ങനെ കിട്ടിയ പാട്ടാണ് കേട്ടോ. അങ്ങനെ 1-2 പാട്ടുകൾ രവീന്ദ്ര ഭാഷ എനിക്ക് കിട്ടിയായിരുന്നു. പകൽപൂരത്തിന്റെ പാട്ടും അങ്ങനെ തന്നെ കിട്ടിയത്. പക്ഷെ എന്നെ അതിൽ ചതിച്ചു കളഞ്ഞു. പാട്ട് സിനിമയിൽ ഉപയോഗിച്ചിട്ട് ടൈറ്റിൽ പേരിട്ടില്ല. അയ്യോ, ഞാൻ പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രവീന്ദ്ര മാഷന്മാരെ വിളിച്ച് പൊരിക്കുന്ന അനിൽ ബാബുവിനെയൊക്കെ. നമ്മൾ ഈ പറഞ്ഞൊരു വിധിയൊന്നുമല്ല, കാരണം പർപ്പസ്ലി ഒഴിവാക്കുന്ന ചില പിന്നെ കാര്യങ്ങളാണ് നമ്മളിപ്പം അവസാനമായിട്ട് നടന്നതും അത് തന്നെയാണ്. അത് പിന്നീട് അതിലേക്ക് വരാം. ഈ പാട്ട് പാടിയിട്ട് നമുക്ക് ഇല്ലൊരു മലർച്ചില്ല ചേക്കേറുവാൻ, ഇല്ല മുന്തിരിത്തോപ്പുര പാർക്കുവാൻ, കാത്തിരിക്കാനും ഇല്ലില്ല സ്നേഹബാഷ്പമൂറും ഇരുനീൾമിഴികൾ, ഇല്ലൊരു മലർച്ചില്ല ചേക്കേറുവാൻ. ഡുവറ്റാണിത്. ശരിക്കും ചിത്ര ചേച്ചിയെ ഞാനിവിടെയാണ് പാടിയിരിക്കുന്നത്. പക്ഷേ യൂട്യൂബിലൊക്കെ കിടക്കുന്ന രാധിക തിലകം ഞാനിവിടെ പാടിയിരിക്കുക. കാരണം ഒരു റോങ് ഇൻഫർമേഷൻ പലതും ഇങ്ങനെ വരാറുണ്ട്. ടാറ്റയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ തന്നെ നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും. നമുക്കത് അതുപോലെ രഞ്ജിനിയുടെ ആ കാലത്ത് രഞ്ജിനി ഞാൻ പാടിയിരുന്നത്. രഞ്ജിനിയുടെ ബേണി ഗണേഷ് 10 അയ്യപ്പൻ്റെ പാട്ടുകൾ ആ കാലത്ത് ഒരു പിന്നെ തരംഗടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടിയ രഞ്ജിനി കാസറ്റാണ്. ഇപ്പം ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ അത് NT സുകുമാർ പാടിയെന്നാണ് കിടക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ കഴിഞ്ഞ ദിവസം ശിവചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിവചേട്ടൻ എഴുതാത്ത പാട്ടുകൾ ശിവചേട്ടന്റെ പേരിലുണ്ട്, ശിവചേട്ടൻ എഴുതിയ ചില പാട്ടുകൾ ശിവചേട്ടന്റെ പേരിലില്ല. ഞാൻ ഒരു കേസം ഒരു സെനറ്റ് ഹാളിൽ അടുത്തതായി വയലാർ എഴുതി ബാബുരാജ് സംഗീതം നൽകിയ അകലേ നീലാകാശം, ഇത് പറഞ്ഞത് ശ്രീകുമാരൻ തമ്പി സാർ. ഞാനിത് കേട്ടോണ്ടിരിക്കുന്നു. അവസാനം പാട്ട് കഴിയുമ്പോൾ ഞാൻ സ്റ്റേജ് കയറി ചെന്നു. മൈക്ക് വാങ്ങിച്ച് ഞാൻ പറഞ്ഞു, ഈ പാട്ട് ഞാൻ എഴുതിയ പാട്ടാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, അത് മിസ്റ്റേക്ക് ആരുടേതാണ്? അവതാരകന്റെ മിസ്റ്റേക്കാണ്. ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ ചെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളാണ് ഇത്. പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. തമ്പി സാറിൻ്റെ ഒരു പാട്ട് ശിവചേട്ടൻ്റെ പേരിലാണ്. ഇടയ്ക്ക് അതിനെ പറ്റിയിട്ട് ശിവചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പാട്ടെന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല എന്ന് തെളിയിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. പാട്ട് പഠിച്ചിട്ട് ഇപ്പോൾ ഗാനമേളയ്ക്കൊന്നും പാടാതെ ഈ ട്രാക്ക് പിടിക്കാത്തത് എന്താ? അല്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ പാട്ട് പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ? അല്ല, ഞാൻ പഠിപ്പിക്കാറില്ല. അധ്യാപകരൊന്നും ഇല്ലെങ്കിൽ കയറുന്നേ ഉള്ളൂ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ സ്കൂള് നടത്തുന്നേ ഒന്നും ഉള്ളൂ, പക്ഷേ പാട്ട് പഠിപ്പിക്കാൻ കയറില്ല. അത്യാവശ്യം ഉണ്ടെങ്കിലും പിന്നെ തീരെയൊക്കെ പറഞ്ഞെടുക്കാനൊക്കെ ആണെങ്കിലും ഞാൻ കയറുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ 2 പേരും ഉണ്ട് പഠിപ്പിക്കാൻ. അമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്. ഞാൻ കുറെ കാലം ഇല്ലായിരുന്നല്ലോ, വിദേശത്തായിരുന്നു. വിദേശത്തായിരുന്ന സമയത്ത് ഈ മക്കളെ നന്നായിട്ട് വളർത്തി ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച ഒരു ഫാമിലിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട്
ഇപ്പോൾ കിട്ടുന്നതെല്ലാം ബോണസാണ്. ഇവിടെ നിൽക്കാതെ പാട്ട് കിട്ടാത്തത് കൊണ്ട് ഇവിടെ നിൽക്കാതെ ഒരിക്കലുമല്ല, ഒരിക്കലും പാട്ട് ആ സമയത്ത് ഞാൻ രവീന്ദ്രൻ മാഷ കൂടെയാണ്. മാഷ് എപ്പോഴും തിരിച്ച് എന്നെ വിളിക്കണം, മോനെ നീ അവിടെ നിൽക്കേണ്ടതല്ല, നീ ഇവിടെ വരണം. അവസാനം ഞാൻ പിന്നെ പോയതിന് ശേഷം ഒരു പടം മാത്രമേ ചെയ്തുള്ളൂ, വടക്കുന്നാഥ്. ഒരു പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വടക്കുന്നാഥിൽ എനിക്കൊരു പാട്ട് കിട്ടിയേനെ. പിന്നെ സൽപ്പേര് രാമൻകുട്ടി എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു, അനിൽ ബാബൻ. അതിലെന്നെ പാടിക്കില്ല. ഞാനായിട്ടൊരു തെറ്റും ആരോഗ്യം ചെയ്തില്ല കേട്ടോ. പക്ഷെ നമ്മള് ഇപ്പം അവസാനമാണ് ഇപ്പൊ 19-ാം നൂറ്റാണ്ട് ഇറങ്ങിയത്. അതിൽ വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഇല്ല എന്നെങ്കിലും നമ്മളോട് പറയണം. അത് പറയാത്തതിലുള്ള കൃത്യമായ രോഷം പ്രതിഷേധവും ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കാര്യമല്ല, എൻ്റെ വിഷമവും 2 വർഷം ഞാൻ നോക്കിയിരുന്നതാണ് മിസൈല്. അപ്പോൾ അവസാന നിമിഷം ഇല്ല എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങൾ പറയും. ലെങ്ത് കൂടിപ്പോയി, അതിന് പകരം മറ്റൊരു പാട്ട് എടുക്കുകയല്ലേ, വേറൊരു പാട്ടെടുത്തു. അപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നു. അത് എൻ്റെ കൂടെ സഹകരിച്ചുകൊണ്ടിരുന്ന എൻ്റെ ആത്മ സുഹൃത്താണ് MJ ജയചന്ദ്രനും അറിയാമായിരുന്നു. ജയചന്ദ്രൻ പോലും അത് പറഞ്ഞില്ല. നിങ്ങൾ രണ്ടുപേരും മാസ്റ്റർ ശിഷ്യന്മാരായിരുന്നു. അതെ. എങ്ങനെയായിരുന്നു നിങ്ങൾ അന്ന്? നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? സുഹൃത്തുക്കളായിരുന്നോ? ഞാൻ ഒരിക്കലും ഒരാളെ അങ്ങോട്ട് പിന്നെ ഇപ്പം യേശുദാസ് ആയിക്കോട്ടെ, നെയ്യാറ്റിൻകര സാറായിക്കോട്ടെ, അങ്ങോട്ട് പോയി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ഒരിക്കലും, അവരാരാണെന്നും അവർക്ക് പൂർണ്ണമായ റെസ്പെക്റ്റ് നമ്മളോട്. ഞാൻ ജയചന്ദ്രനോട് പറയാറുണ്ട്, അങ്ങയുടെ ഉയർച്ച ഞാൻ വളരെ ദൂരെ ഇരുന്ന് വളരെ ആസ്വദിക്കുന്ന ഒരാളാണ്. ജയചന്ദ്രൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിലും എൻ്റെ പേരുണ്ടാവും. പക്ഷെ നമ്മൾ 25 വർഷം കഴിഞ്ഞു എനിക്കൊരു പാട്ട് തരാൻ. 25 വർഷം എടുക്കണം ഒരാൾക്കൊരു പാട്ട് കൊടുക്കാൻ, വേണ്ടി വരില്ല. മലയാളത്തിൽ എത്ര പാട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ജയചന്ദ്രൻ. അതിലൊരാളായിട്ട് ഈ പടത്തിലെ പാട്ട് വന്നിട്ട് ഒന്ന് ഷെയർ പോലും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ എന്നെ ആദ്യം വിളിച്ചത് വിനയൻ സാറാണ് വിളിച്ചിട്ട് ബാലൻ്റെ ഹൈ പിച്ചിലുള്ള, അതും ശരിക്കും പറഞ്ഞാൽ വലിയൊരു പാട്ടായിരുന്നു കേട്ടോ. ഞാൻ പാടുന്ന സിയുടെ പാട്ടാണ്, CDE 2 ഘട്ട കൂടുതലുള്ള വലിയ റേഞ്ചുള്ള ഒരു പാട്ടാണ്. അത് ശരിക്കും അത് ആദ്യം പാടി ഹരിശങ്കറിനെ കൊണ്ട് പാടിച്ചായിരുന്നു. ഹരിശങ്കറിനെ കൊണ്ട് പാടിച്ചപ്പോഴത്തെ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞ് കുറച്ച് വലിയ ആ ക്യാരക്ടറുമായിട്ട് ശബ്ദം മാച്ചല്ല. പിന്നെ അത് അവർ ശങ്കർ മഹാദേവനോ അങ്ങനെയുള്ള റേഞ്ചിലുള്ളവരൊക്കെ. അങ്ങനെയാണ് വിനയൻ സാറ് പിന്നെ ഇവരോട് തമ്മിൽ തീരുമാനിച്ചിട്ട് എന്നെ ഇതിലേക്ക് വന്നത്. ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയ എൻ്റെ ജോണറിലുള്ള പാട്ടല്ലല്ലോ, നമ്മൾ ബേസ് പാട്ടുകളും. അപ്പം എൻ്റെ മക്കളും ഇവരെല്ലാം കൂടെ പറഞ്ഞു, അച്ഛൻ പോയി പാടണം, ഇതിനേക്കാൾ വലിയ പാട്ടുകളല്ലേ അച്ഛൻ പാടിക്കൊണ്ട്. പുഴയോരഴകുള്ള പണ്ട് C ആണെങ്കിൽ അതിൻ്റെ Dയുടെ അങ്ങ് അറ്റം വരെ പാടുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി ട്രൈ ചെയ്തു. പിന്നെ രാവിലെ 11 മണിക്ക്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ ജയചന്ദ്രൻ, രാവിലെ 11 മണി വരെ, രാത്രി 9:30-10 മണി വരെ പാടിച്ചെന്നെ. കോവിഡ് സമയത്താണെന്ന് ആലോചിച്ചോണ്ട്, ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാൻ നിവൃത്തിയില്ലാത്ത സമയത്താണ് ഞാൻ പോയി പാടിയത്. അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിൽ എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു. പിന്നെ അതിന് ശേഷം 4-5 ദിവസം കഴിഞ്ഞ് വിനയൻ സാർ എന്നെ വിളിക്കുകയാണ്, ബാലൻ ആ പാട്ട് ബാലന് തന്നെ ഉള്ളതാണ്, ആരോട് വേണമെങ്കിലും പറഞ്ഞോളൂ, ജയനോടും എനിക്ക് പറയുന്നതിലൊക്കെ ഒരു പരിമിതിയില്ലേ, എന്നെ ഉൾപ്പെടുത്തണമെന്ന്. എൻ്റെ ജയചന്ദ്രൻ അപ്രൂവ് ചെയ്ത് അങ്ങനെ ആ പാട്ട് ആണെന്ന് പറഞ്ഞ് ഞാൻ 2 വർഷം ഇവരെ ഈ സിജു വത്സൻ്റെ ഓരോ പോസ്റ്റ് വിനയൻ സാർ ഇടുന്ന എല്ലാ പോസ്റ്റുകളും ഞാൻ അതിനെടുക്കാൻ എന്നെ ഉൾപ്പെടുത്തിൽ വളരെ സന്തോഷമുണ്ട്. ഞാനും പോകുന്ന എനിക്ക് ഒരുപാട് വേദികളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒരു വലിയ ഗോകുലം ഫിലിംസിൻ്റെ പടമല്ലേ, അപ്പോൾ പിന്നെ വലിയ ഒരു ബാനറിന് എനിക്ക് അങ്ങനെ വളരെ അങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പം അന്ന് ചിലരൊക്കെ എഴുതിയാൽ അവരുടെ എത്ര പാട്ട് പോയിട്ടുണ്ട്, അവർക്ക് ഒരുപാട് പാട്ടുണ്ട്, എനിക്കങ്ങനെ പാട്ട് കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ പാട്ടിന് വേണ്ടി അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല ആരോടും കേട്ടോ, ഒരാളോടും അവസരം ചോദിക്കത്തില്ല ഞാൻ. അതുകൊണ്ട് പിന്നീട് ഞാനിപ്പം അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ പൈസയ്ക്ക് ഞാൻ സ്വന്തമായിട്ട് കുറേ പാട്ട്, ഇപ്പോൾ അയ്യപ്പനും ചെയ്തിട്ടുണ്ട് കുറേ പാട്ടുകൾ. ഞാൻ എൻ്റെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും ഈ ജോണറൊക്കെ ഈ 10 കോടി രൂപയുടെ പിന്നെ ഫിലിമിൻ്റെ പാട്ടും ചെറിയ പടത്തിലെ പാട്ടും എല്ലാം ഈ മൊബൈലിലല്ലേ കാണുന്നത് എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. ഇതെല്ലാവരും കാണുന്നുണ്ട്. ഇടയ്ക്കുന്ന ഇടവിട്ടോട്ടെ, പാട്ട് മിസ്സാവുന്നു. മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, ആ റേഞ്ച് ഒന്നല്ലേ, അത് ഭയങ്കര രസമാണ്, അതൊന്ന് പാടും. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്, പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്,
വാവ്. അതേപോലെ തന്നെ എനിക്ക് നമ്മുടെ രാമകഥ പാടുന്നതിന് മുമ്പ് ഒരു ആലാപ്പ് രസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കുറച്ചൊരു പോർഷൻ പാടും. അത് വ്യത്യസ്തമായ രംഗമാണ്. ഇത് വാസന്തിയാണ്. ഈ വാസന്തി പൊതുജനത്തിന് അറിഞ്ഞുള്ളൂ, കാരണം ഇംപ്രവൈസേഷൻ എന്താണെന്നോ. ആ പാട്ടിനെ ഇപ്പം പുഴയോരകൾ അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു, മിണ്ടാതെ പാഞ്ഞു എന്നാണ്. ഇതിനെ എന്നെ കൊന്നു കൊല വിളിക്കുന്നുണ്ട്. ഞാൻ അറിയാൻ ചെയ്യാൻ പാടും, ഇല്ലാത്ത എന്ത് ചെയ്യാൻ പറ്റും? സരിഗ പദ സദ പഗരേ സദാ എല്ലാം ഒന്നാണ്. അപ്പൊ ആ പാട്ടിന്റെ ആ രാഗത്തിന്റെ ഫീലും ആ രാഗത്തിന്റെ ഭാവവുമാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി വരികളിൽ ഒന്ന് മാറ്റി പാടുന്നത്. കാരണം ഇപ്പൊ പാടി വാ എന്ന് വെച്ചില്ലേ, കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാധ്യമല്ലത്, അത് പാളിപ്പോകരുത്. ഓ അത് ആ രാഗത്തിൽ തന്നെയാണ്, ആ നോട്ട്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനെ കുറ്റം പറയുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ ഒത്തിരി മാനസികമായിട്ട് ആദ്യമൊക്കെ വിഷമമുണ്ട്. ഇപ്പം ഞാൻ നീ പറഞ്ഞാലും ഞാൻ പാടും. രാമകഥയുടെ സരിഗമ പദനി സരിദാമഗരേ ഏ ഏ ഏ ഏ ആ ആ ആ ആ രേ 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 നാ രേ രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൻ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാകേതം പാടുകയായി ഹേ രാമാ. കാതരയാം ശാരികയായി സാകേതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൻ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. ഏ ഞങ്ങൾ ഗാനമേളകളിൽ ലൈവായിട്ട് കൈയടിച്ചിട്ടുള്ള പാട്ടുകളിലൊന്നാണ്. 1990-ലോ 91-ലോ ആ കാലഘട്ടത്തിലാണ്. അന്ന് ഈ സിനിമ ഇറങ്ങുന്ന അന്നത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാടുക എന്നുള്ളത് ആവേശമാണ്. ഏത് സിനിമ ഇറങ്ങിയാലും ആ പടത്തിൽ പാട്ട് പാടുക എന്നുള്ളത്. അന്ന് ഈ പടം ഇറങ്ങിയ ദിവസം എനിക്ക് ഗാനമേള
കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിലായിരുന്നു. തിരുവനന്തപുരം സ്വാതി ഓർക്കസ്ട്രയാണ്. അപ്പം അന്ന് തുടങ്ങിയ യാത്രയിൽ ഇന്നിപ്പോൾ എത്രായിരം വേദികൾ കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് പാടാൻ സാധിക്കുന്നെങ്കിൽ എൻ്റെ ഡെഡിക്കേഷനാണ്. ഞാനൊരു തപസ് പോലെ ജീവിക്കുന്ന ഒരാളാണ്. ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകുള്ളൂ. തണുത്ത വെള്ളം കുടിക്കാറില്ല. ഐസ്ക്രീം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ഇവിടുന്ന് 1.5 മണിക്കൂർ പൊന്മുടിയല്ലേ, ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കന്യാകുമാരി പോയിട്ടില്ല, കോവളം ബീച്ചിൽ പോയിട്ടില്ല. അതിന്റെ പ്രതിഷേധം ഇവിടെ ഉണ്ടാവും? ഇല്ല, ഒന്നുമില്ല. അവർ എനിക്ക് എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം എപ്പോഴും സംരക്ഷിക്കുന്ന ഒരാളാണ്. ഇവരെല്ലാം തന്നെ മക്കളായാലും ശരി, എന്തെങ്കിലും മധുരം കഴിക്കുന്ന കണ്ടപ്പോലും അവർ സമ്മതിക്കില്ല. കാരണം ഞാൻ നന്നാകണം, ഞാൻ മാത്രം. കാരണം എന്നെ ആരും ഹെൽപ്പ് ചെയ്യാറില്ല. പരാതിയും പരിഭവങ്ങളൊന്നുമില്ല. ഇവർ പറയുന്നത് കാരണം വളച്ചൊടിച്ചൊക്കെ പലപ്പോഴും ഈ വിനയൻ സാറിൻ്റെ ഈ 19ാം നൂറ്റാണ്ടിലപ്പോൾ അന്ന് ഞാൻ ജാതീയത കയറി പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഒരു പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ച ഒരാളാണെന്ന്. ഇപ്പം ജാതി മതമാണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ. പക്ഷെ അതൊന്നും അല്ല എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞ കണ്ടന്റ് വ്യത്യാസമായിരുന്നു. അതായത് 19ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കഥ പറയുമ്പോൾ പന്തളം ബാലനെ പോലൊരാളുടെ, അതും ഈ ഒരു വിഭാഗത്തിൽ ജനിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാട്ടുകാരനായിരുന്നു ഞാൻ. ഇപ്പോഴും ആണല്ലോ. അതായത് എം പി ശ്രീകുമാറിൻ്റെ തൊട്ട് അവരെ വേണുഗോപാലൊക്കെ ഒരു കാലഘട്ടത്തിൽ കൂടെ വന്നവരോടാണ് ഞാൻ. അപ്പോൾ എൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് എനിക്ക് അവസരങ്ങൾ ഇല്ലാതായി പോയത്, അവസരങ്ങൾ തന്നിട്ടില്ലാതാക്കിയത് എങ്ങനെയാണ്? ഇതൊക്കെ എൻ്റെ ഒരു ചോദ്യവും പ്രതിഷേധവുമാണ്. പക്ഷെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് ജാതീയതയായിപ്പോൾ, വർഗീയതയായിപ്പോൾ, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ പടത്തിൻ്റെ സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും പിന്നെ മാറുമറയ്ക്കലും സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമില്ലാത്ത, മനുഷ്യൻ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടത്തിൻ്റെ സിനിമ പറയുമ്പോൾ എന്നെപ്പോലൊരാളുടെ പാട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇത്രയും ഞാൻ ചോദിച്ചുള്ളൂ. അതിനെ ആൾക്കാരല്ല, ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വളരെ വൾഗറായിട്ട് എഴുതുക. പക്ഷെ അതിനെ കുറേ ചീത്ത കേട്ടു. അതൊന്നും എൻ്റെ വിഷയമൊന്നുമല്ല. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ അവതരിപ്പിക്കും. എനിക്ക് ആരും ഒരു വിഷയമല്ല. ഞാൻ പാടി മാത്രം ജീവിക്കുന്നതാണ്. ഇത്രയും വർഷം എൻ്റെ മക്കളെ പോറ്റിയത്. ഞാൻ കുറേ കാലം വിദേശത്തായിരുന്നു. 10 വർഷം അമേരിക്കയിലായി പോയി ജോലി ചെയ്തിട്ടാണ് നമ്മളിരിക്കുന്ന ഈ വീടൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഇവിടുത്തെ ഒരു ബിജു നാരായണൻ്റെ, മധുബാലകൃഷ്ണൻ്റെ, മറ്റുള്ളൊരു പാട്ടുകാരൻ്റെ ജീവിതമല്ല എൻ്റെത്. അവരുമായിട്ട് കമ്പയർ ചെയ്യാനും പാടില്ല. അപ്പം നമ്മളൊരു പാട്ട് പാടിയ അത് യേശുദാസ് അങ്ങനെ. ഞാൻ യേശുദാസ് അല്ല, ഞാൻ പന്തളം ബാലനാണ്. ഞാൻ ക്രിയേറ്ററാണ്. ഞാൻ പാട്ടുകൾക്ക് മ്യൂസിക് ചെയ്യാറുണ്ട്. ഞാൻ ക്ലാസിക്കൽ സംഗീതം കച്ചേരി പാടുന്ന ഒരാളാണ്. അല്ലാതെ ഈ ഗാനമേള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപജീവന മാർഗം മാത്രമാണ്. അതിൽ ദാറ്റ്സ് നോട്ട് ക്രിയേഷൻ അല്ലേ? സത്യമല്ലേ? അതൊന്നും മനസ്സിലാക്കാൻ എല്ലാവർക്കും ഇല്ല, കുറച്ചു പേർക്ക്. അപ്പൊ അവർക്കൂടെ ഉള്ള ഒരു മറുപടി കൂടെയാണ് ഞാൻ ഇതിൽ കൂടെ പറയുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, പന്തളം ബാലൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ, ആളുടെ ഗ്രാമകഥയും അല്ലെങ്കിൽ പ്രമദപുരവും ഏഴുസ്വരങ്ങളൊക്കെ ഇന്നും, ഈ പുഴയൂരഴകുള്ള പെണ്ണും ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയൊക്കെ ഇന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ലക്ഷം ജനങ്ങളുണ്ട്. അതിൽ ഏതാനും ചിലർ മാത്രമാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. കാരണം ജനകീയത എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ. ആ ജനകീയത വാങ്ങിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് 55 വയസ്സായിട്ട് ഞാൻ ഈ പാടിയ ഒരു ശ്രുതി ഇടാതെ പാടിയിരിക്കും. രാമകഥ ഇത്രയും ശ്രുതിയില്ല, കുറച്ചുകൂടെ താഴെയാണ്. പുഴയോരഴകുള്ള പെണ്ണെന്ന് പറയുന്ന സിയുടെ പാട്ട് ഞാൻ ഡിക്കാണ് പാടുന്നത്. കാരണം സംഗീതത്തോടുള്ള ഒരു അഭിനിവേശവും ആവേശവും ഒക്കെ തന്നെയാണ് ആ റേഞ്ചിലേക്ക് എനിക്ക് പാടാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ത്യജിച്ച കാര്യങ്ങൾ ഭയങ്കരമാണ് കേട്ടോ. എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒരുപാട്, കാരണം 10 വർഷം അമേരിക്കയിൽ പോയി ജോലി ചെയ്ത്, കാരണം ഒരു ദിവസം 24 മണിക്കൂറിൽ 18 മണിക്കൂറും നിന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി എൻ്റെ മക്കളെ വളർത്തിയ എൻ്റെ ഭാര്യയും മക്കളും അവരിന്നും എനിക്ക് തണലാണ്. വന്നൊരു മരുമോട് വന്നിട്ടുണ്ട്, അവരും അതുപോലെ തന്നെയാണ്. അല്ല, മറ്റുള്ളവരുടെ ഒരു ജീവിതമായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ വർത്താനം ഒരുപക്ഷെ ചില ചാൻസുകളൊക്കെ പോവാൻ കാരണമായിട്ടുണ്ടാവും, അതൊക്കെ അവരെപ്പോഴും പറയും. അപ്പൊ എന്താണ് ഉപദേശിക്കാറുള്ളത്? അല്ല, ഉപദേശിക്കാന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. എൻ്റെ അഭിപ്രായം വേറെ ആൾക്ക് ശരിയാവണമെന്നില്ല, അക്സെപ്റ്റ് ചെയ്യണമെന്നുമില്ല. ഞാൻ പല കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്യാത്ത ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തികളായാലും കൺസെപ്റ്റും എല്ലാം സെപ്പറേറ്റ് ആണ്. ഞാൻ പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുക. മറ്റുള്ളവർ പറയുന്ന അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പേരാണ്. നമ്മൾ മറ്റുള്ളവർ വായിരിക്കുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്, അച്ഛനൊന്ന് ആലോചിച്ച് നോക്കണം. 40 വർഷമായിട്ട് ഇതുപോലെ ലൈവായിട്ട് നിൽക്കുന്ന എത്ര പേരെ കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. വളരെ കുറച്ച് പേരെ. സ്റ്റേജിൽ ഇത്രയും ലൈവാകുക എന്ന് പറയുന്നത്
അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, ഞാൻ എപ്പോഴും ഞാൻ അത് പാടി പറയും. തുടങ്ങിയതിന് ശേഷം വന്ന പാട്ടുകാരാണ് ഇന്നത്. എനിക്ക് സീനിയർ ആയിട്ടുള്ളത് കല്ലറ ഗോപനും ശ്രീകാന്ത് ഏട്ടനും അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്ന് ഈ കാണുന്ന ഈ തലമുറയിലെ പാട്ടുകാരെല്ലാം എനിക്ക് ശേഷം വന്നു. പക്ഷെ അവരിൽ ഒരാളായിട്ട് 1,00,000 പേരിൽ ഒരാളായിട്ട് ഇപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റും. ഇപ്പം ഞാൻ UK പോയിട്ട് വന്നതാണ്. അവിടെ ഗ്രൂപ്പ് അല്ല, പന്തളംപാലിലെ പരിപാടിക്കാണ് പോയത്. അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അതുകൊണ്ട് ഈ പാട്ടുകളൊക്കെ എൻ്റെ ഉള്ളത് കൊണ്ട് ഇത് നിസ്സാര പാട്ടല്ല ഇത്. ഏതാ വേറെ ആൾ പറയുന്നത് മുട്ടായി പാട്ടല്ല ഇത്. ഇത് പ്രാക്ടീസ് ചെയ്താലേ പാടാൻ പറ്റുള്ളൂ. ഒന്ന് പൊട്ടി ഈ ലോകം അങ്ങനെയാണല്ലോ. നമ്മളിപ്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പാടിയ പാട്ടാണ്. ആ പാട്ട് പാടിയിട്ടാണ്, കാരണം ഒരു കറുത്ത ഒരു കൊച്ചുമയ നിന്ന് കാച്ചിയല്ലേ, അപ്പൊ അങ്ങനെ വാങ്ങിച്ചെടുത്തത്. കാരണം ഇത് ഒരു 10-50 സ്റ്റേജ് പാടിയിട്ട് 51ാമത്തെ സ്റ്റേജിൽ എവിടെങ്കിലും പോയാ തീർന്നു. പുള്ളി ആദ്യം ഒരു എടുപ്പെടുത്തു, എടുപ്പ് പോയി എന്ന് പറയും. അങ്ങനെയാണ്. ഇപ്പോഴാണ് സംഗതി എന്താണ്, ടെമ്പോ ആണെന്ന് ശ്രുതി എന്നൊക്കെ ശരസാർ പഠിപ്പിച്ചിട്ട് എല്ലാവർക്കും അറിയാം. സംഗതി പോയി. അതോടൊപ്പം തന്നെ ദാസാറിന്റെ പാട്ടുകൾ പാടുന്നത് കൊണ്ട് പന്തളം ബാലന് അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. ഐഡന്റിറ്റി പോസിറ്റീവായിട്ടും വന്നിട്ടുണ്ട്, ചില സമയത്ത് അതൊരു നെഗറ്റീവ് ആസ്പെക്ട്സിലും ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ കലാകാരന് ഉയരത്തിലേക്ക് പോകാൻ കഴിയാത്തത് എന്ന് പോലും വിലയിരുത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയനും കൂടെ പറയും. എനിക്ക് അങ്ങനെയില്ല, ദാസാറ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അവസരം കിട്ടാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ദാസാറിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ആ ടിപ്പിക്കൽ പാട്ടുകൾ പാടിയാണ് നമ്മൾ സ്റ്റേജിൽ വലിയൊരു പെർഫോമർ ആയതും കൈയടി വാങ്ങിച്ചതും. ദാസാറിന്റെ പാട്ടുകളാണ് എല്ലാവരും കൈയടിച്ചിട്ടുള്ള പാട്ടുകൾ. പന്തളം ബാലന്റെ പാട്ടുകളിൽ രവീന്ദ്ര മാഷ് ദാസാറ് ഈ കോംബോ ആണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് ഞാനിവിടെ വന്നിട്ട് പാടിച്ച പാട്ടുകൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എല്ലാം കോംബോയാണ്. അപ്പൊ അതൊരു സാധ്യതയാണ്, അത് നല്ലതാണ്. പക്ഷെ അതൊരു പരിമിതി ആയിപ്പോയെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം രവീന്ദ്ര മാഷിന്റെ പാട്ടെന്ന് പറയുമ്പോൾ ആരുടെ പാട്ടും മോശമല്ല. മാഷിന്റെ പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താണ് ഹൈ റേഞ്ചും ഒരു പ്രത്യേക ഹിന്ദുസ്ഥാനി ടച്ചോ അങ്ങനെയൊക്കെ ഉള്ള കുറെ ഇതാണ് മാഷിന്റെ പാട്ടെന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരെ ഇളക്കുന്ന പാട്ടുകളായിരുന്നു അതൊക്കെ. പ്രാക്ടീസ് ചെയ്ത ഒരുത്തനും പാടാൻ പറ്റൂല, വരിശകളാണത്. സസരി സരി സരി ഗരി ഗരി ഗമ സരി രി ഗ സരി സ ഗ സരി ഗ സരി ഇത് ആടി ദ്രുതപദതാളം മേളം ഋതുഗണമാടി മതകര കേളി പ്രാക്ടീസ് ചെയ്യാതെ കാരണം ഇതിങ്ങനെ ഇപ്പെടുന്ന സാരി സരി ആ സാധനം അല്ലേ. രാഗം അറിഞ്ഞ് പാടുമ്പോഴത്തേക്ക് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാൻ അതിനോട് മറുപടി പറഞ്ഞോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 89 സിനിമയിൽ പാടി, 2 സിനിമയിലാണ്, ഗോത്രവും പിന്നെ അതിനുശേഷം എനിക്ക് ഒരുപാട് 18 വയസ്സുള്ള എനിക്ക് അന്നേരം. അപ്പോൾ എനിക്ക് ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇനി ഒരു സിനിമാ പാട്ടുകാരനായി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് ഇനി നമുക്ക് ബസ്സിലൊക്കെ പോകാൻ പറ്റും. അന്നത്തെ കാലമാണ്. പിന്നീട് ഈ പറഞ്ഞ ആരും എന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ഒരു പരാതിയൊന്നുമല്ല കേട്ടോ, പരിഗണിച്ചില്ല. ഞാൻ ആരോടും ചോദിക്കാനും പോയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ രഞ്ജിനി കാസറ്റി പോയി പാടാൻ MG ശ്രീകുമാർ പാടിയ അതേ ആ പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ പോയതെന്ന് ആലോചിച്ചത്. മാറ്റി കഴിഞ്ഞ് അടുത്ത ആൾ വരുന്നത്, അവർ എൻ്റെ പേര് മാറ്റി വേണി ഇഗ്നേഷ്യസ്. പന്തളം ബാലൻ ഒരു ചേർച്ചയില്ലാത്ത പേരാണ്, സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണി ഇഗ്നേഷ്യസ് എൻ്റെ പേര് മാറ്റി ബാലചന്ദ്രൻ എന്നാക്കി. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പാഠം. അപ്പോഴത്തേക്ക് പന്തളം ബാലിനെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ബാലചന്ദ്രനാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു പാര തുടങ്ങുകയാണ്, മനസ്സിലായില്ലേ. അവിടുന്ന് തുടങ്ങിയ പാരകൾ ഇങ്ങനെ തുടർന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അത് എനിക്ക് എൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ കൂടെ നിന്നിട്ട് കമ്പോസിങ്ങിന് അതിനിടയ്ക്ക് പോരുന്ന അവരുടെ കൂടെ വെള്ളം ഒഴിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒരാൾക്കും എന്നെ പറ്റി പറയാനും പറ്റിയില്ല. അതിന്റെ കൂട്ടത്തിലൊരു കാര്യം കൂടെ ഉള്ളു. ഇപ്പോൾ ദാസാറിന്റെ പാട്ടുകൾ പാടുമ്പോൾ ദാസാറിന്റെ ശൈലിയും കൂടെ നമ്മൾ ചിലപ്പോൾ അതിനകത്തേക്ക് വെക്കേണ്ടി വരും. കാരണം നമ്മൾ പാടുന്നത് സ്റ്റേജിലാണ്. അവർക്കത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത് ടിപ്പിക്കൽ ആ പാട്ട് തന്നെ കേൾക്കാൻ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഴ ഉച്ചരിക്കുന്നത് ശരിയല്ലെങ്കിൽ ആ ഴ അങ്ങനെ തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടി വരും. അപ്പം അത് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോവേണ്ടി വരും സ്റ്റേജിൽ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ ഒരു പരിമിതിയായിട്ട് വന്നിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ അക്ഷരങ്ങൾ വളരെ വ്യക്തമായിട്ട് പാടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്നോട് പലരും പറയാറുണ്ട്, ഇപ്പം
ഗന്ധർവ എന്നൊക്കെ പാടിയുണ്ട്. അത് ഏത് വീണയാന്നല്ല പി ആർ പ്രസാദ് ചോദിച്ചെന്ന് പറഞ്ഞു. ദാസനോട് തന്നെ ചോദിച്ചത് ഗന്ധർവ വീണ ഏതാണെന്ന്. ഗന്ധർവ വീണയാകൂ നീ ദേവി. ഇത് യേശുദാസ് പാടിക്കൊണ്ട്, കാരണം ഇവിടെ ഈ കലാരൂപം എന്ന് പറയുന്നത് ഒരുപാട് പേര് യേശുദാസ് പാടിക്കഴിഞ്ഞാൽ അത് മറ്റൊരാൾ ഏറ്റുപാടിക്കൊണ്ടല്ലേ ഈ പാട്ടുകൾ ഇന്നും നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലേ? അതുകൊണ്ട് കുറേ കലാകാരന്മാർ ജീവിക്കുന്നില്ലേ? അതായത് നമ്മുടെ ഇന്ത്യയിലും പിന്നെ ഈ ഏഷ്യ രാജ്യങ്ങൾ മാത്രമുള്ള സിനിമയിൽ പാട്ടും. ഞാൻ അമേരിക്കയിലായിരുന്നല്ലോ, അവിടെ ഒന്നും സിനിമകളിലും പാട്ടില്ല. ഇപ്പോൾ പിറങ്ങുന്ന സിനിമയിൽ പാട്ടില്ല. ഇവിടെ ഓൺ കോമ്പോസിഷൻ, അതായത് ബ്രിട്നി സ്പിയേഴ്സും മൈക്കിൾ ജാക്സണും അങ്ങനെയുള്ള അവരുടെ ആൽബംസ് മാത്രമാണ് ഹിറ്റായത്. ഇപ്പോൾ അതിന് കേരളത്തിൽ വന്നിരിക്കുന്നത് സുന്ദരിയേവ, അതിൽ ഹിറ്റായത് ഫ്രാങ്കോയ്ക്ക് മാത്രം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വേറെ ആരുടെ പാട്ട് ഇനിയുള്ള കാലത്ത് മിക്കവാറും ഇതിനൊക്കെ വലിയ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരുപാട് വേടനും ഡെപ്സിയും ബേബിജിയും ഒക്കെ സ്പോട്ടിഫൈയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇനിയുള്ള കാലത്ത് സിനിമയല്ല, അതെ സിനിമയാണ് എല്ലാത്തിന്റെയും അവസാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രമദവനെ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് പാടിയില്ല, ഇല്ലെങ്കിൽ മോശമായി പോകും. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ, തെളിദീപം കരിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഹരീഷ് ശിവരാമകൃഷ്ണൻ പറഞ്ഞായിരുന്നത് പ്രമദവനം പോലെ ഇനിയൊരു പ്രമദവനം ഉണ്ടാക്കുക സാധ്യമാണ്. അല്ല, അതിന്റെ മാക്സിമം ആണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ അടുത്തിടെ UK പോയാൽ പുതിയ തലമുറയിലൊരു കുട്ടിയാണ്, അത് ആദ്യം 1-2 പാട്ടുകൾക്ക് എൻ്റെ കൂടെ പാടിയപ്പോഴത്തേക്ക് കിട്ടുന്നിടത്തെല്ലാം എവിടെ സ്പേസ് കിട്ടിയോ അവിടെ എല്ലാം ഇംപ്രൂവൈസ് ചെയ്ത് വേറെ സംഗതികളാക്കി പാടും. കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ, ആ പാട്ട് പാടിയപ്പോഴത്തേക്ക് അതിന്റെ മാക്സിമം ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിട്ട് തട്ടല് ഞാൻ ആ സ്റ്റേജ് വെച്ച് തന്നെ പറഞ്ഞു, എന്തിനാ മോളെ ഈ ആവശ്യമില്ലാതെ. അതെന്ന് വെച്ചാൽ ഏതോ മൗനം എങ്ങോ തേടും കഥ നീ അറിയില്ലയോ, കഥ നീ അറിയില്ലോ എന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അപ്പോൾ അതിന് എന്തൊക്കെയോ കാട്ടി വെച്ചത്. അത് ഞാൻ വഴക്ക് പറഞ്ഞതിന്, നമ്മളെ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് പരിചയമില്ലാത്തതുകൊണ്ടോ അല്ല എക്സ്പീരിയൻസ് കുറവുകൊണ്ടോ ആയിരിക്കും. പിന്നെ ഈ എല്ലാ പാട്ടുകൾക്കും കണ്ണ് കിട്ടുന്ന കാർഡ്സ് എവിടെയൊക്കെ കേട്ടാൻ പറ്റുമോ അവിടെ എല്ലാം ഇംപ്രൂവൈസ് ചെയ്തേക്കുക. പിന്നെ അതിന് സോറി സാർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് ഒറിജിനൽ കേൾക്കാനായിരിക്കും പരമാവധി ആൾക്കാർക്ക് ഇഷ്ടം. പിന്നെ അല്പസ്വല്പമൊക്കെ ഈ ഇതാണല്ലേ, നീലക്കൊടുവേലി പൂത്തു ദൂരെ നീലഗിരിക്കുന്നിന്മേലെ, ഇത്രേ ഉള്ളൂ ഞാൻ പാടും. ദൂരെ നീലഗിരിക്കുന്നിന്മേലെ എന്ന് പാടാറുണ്ട്, കൊല്ലാറുണ്ട്. മേലെ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് മോശമല്ലത് എന്ന് എനിക്കറിയാം, മ്യൂസിക് അറിയുന്ന ഒരാൾക്ക്. പക്ഷെ അവർക്ക് മറ്റേത് കേൾക്കുന്ന ഇഷ്ടം. അപ്പോ തല്ലാൻ ഓടിക്കും. ചിലതൊക്കെ അങ്ങനെയാ, പതിഞ്ഞു പോയാൽ നമുക്ക് മാറ്റുന്നത് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ കാലം മാറിയില്ലേ, ഇപ്പൊ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ഒരുപാട് പേര് പിന്നെ വളരെ മോശമായിട്ട്
പറയുന്നുണ്ട്. പക്ഷേ അയാൾ ചെയ്യുന്ന ചില പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അയാളൊരു തരംഗം ഉണ്ടാക്കി എടുത്തില്ല. അയാൾ നിശാഗന്ധി നടത്തിയ 15,000 പേര് കൂടുന്നില്ലേ? അയാളുടെ കഴിവല്ലേ അത്. അതിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റേഴ്സ് തന്നെ പറയുന്നുണ്ട് അത് അതിനെ അംഗീകരിച്ച് മറ്റൊരു തരത്തിലുള്ള ആർട്ടാണത്. മ്യൂസിക് ഈസ് മ്യൂസിക്. ഞാൻ അമേരിക്ക ഇരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ജോലി അവിടെ നടന്നാലും എവിടെ പോയാലും പാട്ടാണല്ലോ. ഈ നമ്മുടെ രാജ്യത്ത് എന്നാ അതെങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം, മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക, അതൊക്കെ ഒത്തിരി ക്വാളിറ്റികൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതെപ്പോഴത്തെ ജോലി ചെയ്തപ്പോഴത്തെ അമ്മ 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 ആ പാട്ട് അടിച്ചു മാറിയിരിക്കുന്ന പാട്ടാ. അടിപൊളി. അവിടെ ഉണ്ടാ പാട്ട്. ഇവിടുന്ന് അടിച്ചു മാറ്റിയതല്ല, അവിടെ നിന്ന് വന്നതാണ് ഇങ്ങോട്ട്. ഇൻസ്പിറേഷൻസ് അങ്ങനെ വരട്ടെ. ശരിക്കും അതിന്റെ കൂട്ടത്തില് ഞാൻ ചോദിക്കാൻ വിട്ടു, വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. മൃദംഗം, ചെണ്ട ഇപ്പൊ ഡാൻസ് പഠിക്കുന്നുണ്ട്. 5 വർഷമായി. ഇനിയിപ്പോ വേറെന്തോ പഠിക്കണമെന്ന് പറയും, വയലിനോ ഗിറ്റാറൊക്കെ പഠിക്കണം. ഗിറ്റാർ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ക്ലാസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു അധ്യാപകൻ കുറച്ച് ലേറ്റ് ആവുകയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നില്ലെങ്കിൽ എനിക്ക് കയറി ആ കുട്ടികൾ വെറുതെ ഇരിക്കാതെ പറഞ്ഞു കൊടുക്കാൻ. അല്ല, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് സാറ് വന്നില്ല. പെട്ടെന്ന് പുള്ളിക്ക് എന്തോ അത്യാവശ്യമായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാം ഇവിടെ ബഹളം ഉണ്ടാക്കൂലേ, അപ്പം ഞാൻ കയറി പാട്ടിട്ട് അത്യാവശ്യം കുറച്ച് വാമപ്പൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ അതിനു വേണ്ടിയിട്ട് പഠിക്കാൻ. അപ്പോൾ ഇനി വീട്ടിലിരിക്കാൻ കേട്ടോ. അങ്ങനെയല്ല, ഞാൻ അവരോട് പറഞ്ഞു, ഡോക്ടർ പന്തളം ബാലൻ മ്യൂസിക് അക്കാഡമി എന്നാണ് എൻ്റെ പേര്. ഞാൻ പറഞ്ഞു, എൻ്റെ പരിപാടിയിൽ ഇത്രയും നാളും ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ്, ഓർക്കസ്ട്ര ആയാലും സൗണ്ട് ആയാലും ചിലപ്പോൾ അതിൻ്റെ അവസാനം എനിക്കൊന്നും കിട്ടത്തില്ലായിരിക്കും, പക്ഷേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അന്ന് ഒറ്റ ഒരു സജഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ആ പേര് ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നടത്തുന്ന പരിപാടിക്കായാലും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഏറ്റവും നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് അവിടെ നടത്തുന്നുണ്ട്. ഭയങ്കര ഡെഡിക്കേഷനുള്ള എൻ്റെ ഏറ്റവും നല്ല വിമർശകയും ഏറ്റവും നല്ല വിമർശിക്കത്തില്ല, അച്ഛൻ അതുകൊണ്ട് നന്നാക്കിയിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് എന്നെ പഠിപ്പിച്ച പാട്ടാണ്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റത്തുന്നില്ല. സുമുഹൂർത്തമായെന്ന് പറഞ്ഞ പാട്ട്. അത് ഇവിടെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചു 2 പാട്ട്. ഒന്ന് പൊന്നിൽ കുളിച്ചു നിന്നു, ആ പാട്ട് അന്ന് കേൾക്കില്ല, പക്ഷെ അത് ഉഗ്രം പാട്ടത്. നിൽപ്പൂ അത് ശ്വാസം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും പറ്റില്ല. പക്ഷെ കൈയടി നേടാൻ പറ്റുന്ന പാട്ട്. ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പാട്ട് സുമുഹൂർത്തമായി. കാരണം അതിനകത്ത് പല രാഗങ്ങളാണ്, പല താളങ്ങളാണ്, രാഗമാലികയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാട്ട് ഒറ്റ പാട്ട് പാടിയാൽ മതി. അത് ഒരു കലാകാരൻ്റെ എല്ലാ വശങ്ങളും അതിനകത്തുണ്ട്. ആ പാട്ടിന് കലാകാരൻ്റെ ഈ മ്യൂസിക്കലി മാത്രമല്ല, പാട്ടിന്റെ ലിറിക്സിനെ സംബന്ധിച്ച് ഭയങ്കര അസാധ്യമായിട്ടുള്ള കൈതപ്രത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിക്സ് വന്നിരിക്കുന്നത് ആ പാട്ടിലാണ്. പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പൊന്നു ശോകാന്തരാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാഭാഷങ്ങളിൽ അധർമ്മം നടുങ്ങുന്നു മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തുവോ കൽപ്പാന്തവാരികി അമ്മേ സർവം സഹയാം അമ്മേ രത്നഗർഭയാം അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്ത് പുണർന്നെടുക്കൂ. അതായത് അത്രയും വേദനയുണ്ട്, അതുകൊണ്ടാണ് നെഞ്ചോട് ചേർത്ത് പുണർന്നെടുക്കൂ എന്നാണ് പറയുന്നത്. എന്തൊരു വരികളും എന്തൊരു സംഗീതവും. അത് പാടി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു സദസ്സ് സ്തബ്ധമാവും. ഞാൻ ഇത്രയും സമയം എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെയാണ് പാടിപ്പിച്ചത്. മാമിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമുക്ക് പാടിപ്പിച്ച് അവസാനിപ്പിക്കാം പരിപാടി. ഏത് പാട്ടാണ് പാടിപ്പിക്കുക? എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. വയലാറിൻ്റെ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണ്. വയലാർ ദേവരാമകൃഷ്ണൻ്റെ ഒരു പാട്ട്. സന്യാസിനി ഓ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ
അന്യനെ പോലെ ഞാൻ നിന്നു സന്യാസിനി. ഓ ആ നിൽപ്പ് എന്തായാലും വെറുതെ ആയില്ല. അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഇത് തന്നെ. ഞാനൊരു പാട്ട് പാടിയായിരുന്നു ആ കാലഘട്ടത്തിൽ. മോഹക്കുരുവിക്ക് കൂടുകൂട്ടാനൊരു പൂഞ്ചില്ല നൽകിയ തേൻകിനാവേ, നോവും ശിരസൊന്നു ചായ്ക്കാനെനിക്കു നീ നെഞ്ചിളിടം തന്ന പെൺകിടാവേ, നീ എൻ്റെ സാന്ത്വനമല്ലേ, ഇതു ജന്മജന്മാന്തര ബന്ധമല്ലേ. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് മാനേജ് ചെയ്ത് അങ്ങ് ജീവിച്ചു പോവല്ലേ? അല്ല, ഞാൻ ആദ്യം ചോദിച്ചു 30 വർഷം എന്ന് പറഞ്ഞപ്പോൾ ആരാരെ സഹിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ വന്നിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. ശരിക്കും സഹിക്കല്ലായിരുന്നു, ഇഷ്ടപ്പെട്ട് ജീവിക്കായിരുന്നു അല്ലേ? അതെ, നമുക്ക് ദൈവം തരുന്നതെല്ലാം സന്തോഷമായിട്ട് സ്വീകരിക്കാനുള്ളത്. ഈ 2003 കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് വീടില്ല, മക്കൾക്ക് വിദ്യാഭ്യാസമുണ്ട്. കാരണം ഒരു നേരത്തെ പാല് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത കാലഘട്ടം. വീട്ടിൽ ടെലിഫോൺ കട്ട് ചെയ്തു, കറണ്ട് ഇലക്ട്രിസിറ്റി വരെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല, ഇത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ആദ്യം നിന്ന് തിരിച്ച് കയറി വരുമെന്ന് ഒരിക്കലും ധരിച്ചതല്ല. അന്ന് ഞങ്ങൾ പിന്നെ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞ് മൂത്ത മോൻ്റെ 9ാമത്തെ വയസ്സിൽ 2 നില വീട് വയ്ക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത കാലഘട്ടം. അങ്ങനെ എന്നെ അമേരിക്കയിൽ പോകാൻ ഒരവസരം ഉണ്ടാക്കി തന്നത് ഈ ഇടവ ബഷീർ എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യനാണ്. അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് നന്മകൾ ചെയ്തത്. അതാണല്ലോ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ഇല്ലായ്മയിൽ നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. രവീന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ വലിയ പിന്നെ മഹാസമുദ്രമായ സംഗീതജ്ഞന് ഇവിടെ താമസിച്ചപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അന്ന് കൂടെ ചേർത്ത് നിർത്തിയ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ നവീൻ മാധവൻ എന്ന് പറയുന്നുണ്ട്. അവൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. വർക്കല ശിവഗിരി വെച്ചായിരുന്നു ആ കല്യാണം. ഇന്നിപ്പോൾ അവന് UK ഞാൻ ഇത്തരം കാര്യം ഇപ്പം രവീന്ദ്രൻ മാസ്റ്റർ നടത്തുന്ന രവീന്ദ്ര സംഗീതമൊക്കെ അതിലൊന്നും പന്തളം പാലം വന്നിട്ടില്ല. അവരുടെ ഇല്ലായ്മ സമയങ്ങൾ അവരോടൊപ്പം ചേർന്ന ഒരാളാണ് ഞാൻ. അതായത് മാസ്റ്റർക്ക് അറിയാം, മക്കൾക്കോ അവർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾക്ക് ഈ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ ഒരാളിപ്പം രവീന്ദ്രൻ മാസ്റ്റർ പാട്ട് പ്രതീക്ഷിച്ച് പോയ ഒരാളാണ് ഞാൻ. രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകൾ പാടി ജീവിച്ച ഒരാളാണ് ഞാൻ. ദേവരാം മാസ്റ്റർ ശിഷ്യനാണെങ്കിലും മാസ്റ്ററുടെ പാട്ടുകളല്ല, രവീന്ദ്രൻ ചടുല സംഗീതമാണല്ലോ. അത് കിട്ടുമ്പോൾ, അത് പാടുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്വീകാര്യതയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഗ്രാംസിൻ്റെ എണ്ണങ്ങളും കൂടുതലായിരുന്നു. അത് അദ്ദേഹത്തിന് ഈ ഞങ്ങൾ ഭയങ്കര ഇതായത് ഇപ്പൊ ഈ ചാരികേശി രാഗമുണ്ടല്ലോ, സരി ഗമ പദനിസ അതൊക്കെ പാടി മത്സരിച്ച് പാടിട്ടുണ്ട് ഞങ്ങൾ. അത് അവസാനം പിടിക്കുന്നതിന് അപ്പുറത്ത് ഞാൻ പിടിച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നോക്കിയിരുന്നിട്ട്, മോനെ എടാ നീ എൻ്റെ അടുത്ത് വന്നത് വളരെ ലേറ്റായി പോയടാ അങ്ങനെ പറയുന്നത്. ഇത് തമ്പി സാറ് പറയാറുണ്ട്, ഒരു പക്ഷേങ്കിൽ ഈ എല്ലാ സ്ഥായികളും പാടുന്ന പാട്ടുകാർ വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പം കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. അവിടെയും ഇവിടെയും പാടുന്ന പാട്ടുകാർ വളരെ കുറച്ചു പേരാണ്. അപ്പം ഞാൻ മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തി കുറേ പേരോട് പറഞ്ഞു, പക്ഷേ എനിക്കിപ്പോൾ അവസരമില്ല, എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അവസരം തന്നിരുന്നു. ഞാൻ പറഞ്ഞു അത് സാറ് പറഞ്ഞ് സാറിൻ്റെ നല്ല മനസ്സ്. അങ്ങനെ മനസ്സുള്ള, കാരണം ഈ പണ്ട് വിവാഹിത എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ട്രാക്ക് പാടാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. ഞാനും രാധിക തിലകമാണ്, രവീന്ദ്ര മാഷ പാട്ടാണ്. എറണാകുളത്ത് പോയി വാഴക്കാലയിലുള്ള മെട്രോ സ്റ്റുഡിയോ എന്ന് തോന്നുന്നു, അവിടെ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ സെഞ്ചുറി കൊച്ചുമോൻ എന്ന് പറയുന്ന ഒരാളാണ്, കൊച്ചുമോൻ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ആ പാട്ട് യേശുദാസിനെ കൊണ്ട് പാടിക്കാം, മദ്രാസിൽ കൊണ്ട് പാടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രവീന്ദ്ര മാഷ് മ്യൂസിക്. ഞാൻ ട്രാക്ക് പാടിയതാണ്. ആ പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഇദ്ദേഹം തീരുമാനിക്കാൻ ഇനിയിപ്പം ദാസേട്ടൻ പാടണ്ട, ഇദ്ദേഹത്തിന് കൊടുത്തേരി പാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള മനസ്സുള്ളവരും ഉണ്ടായിരുന്നു. പാട്ട് അങ്ങനെ തന്നെ തുടരുക, എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെ കേൾക്കാൻ കഴിയുന്ന രീതിയിൽ പാടാൻ കഴിയട്ടെ. ഇടവ ബഷീറിനെ മറന്നൊരു ജീവിതം ഞങ്ങൾക്ക് സാധ്യമല്ല. അദ്ദേഹം മരിച്ചതുപോലെ സ്റ്റേജിൽ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വേറൊന്നും ആഗ്രഹങ്ങളില്ലല്ലോ. ഏതാ
എൻ്റെ 2 ആൺമക്കളാണ്. അവരൊക്കെ പിന്നെ അച്ഛനെയും അമ്മയും ഞാൻ പോകുമ്പം മൂത്ത മോൻ ഒന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, രണ്ടാമത് LKG. ഞാൻ ഒന്നും നുള്ളിയിട്ട് പോലുമില്ല അവരെ ഇരക്കണം, ഒന്നും അടിച്ചിട്ട് പോലുമില്ല. അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അവർ ഞാൻ പലപ്പോഴും വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ട് ഈ പാട്ടുണ്ടല്ലോ മറ്റേ രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും നോവിൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലായി മഴക്കാലം. ഇന്ന് നമുക്ക് ഇവിടേക്ക് ഒരാളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കണ്ട് സംസാരിക്കാം. ഞാൻ അവിടെ ഉള്ള സമയത്ത് മൊബൈൽ ഫോണ് ആ സംവിധാനങ്ങളായിട്ടില്ല, ക്യാമറയിൽ കൂടെ കാണാൻ നിവൃത്തിയില്ല, ഫോണിൽ കൂടെ മാത്രം. അവർക്ക് അവരുടെ അച്ഛനെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പോലും അറിയത്തില്ല. ചെറിയ പ്രായമല്ലേ. അങ്ങനെ പിന്നെ ഞാൻ വരുമ്പം മൂത്ത മോൻ 10ലും രണ്ടാമത്തെ മോൻ 8ലുമാണ്. അപ്പോൾ ഇതൊക്കെ സ്ട്രഗിൾ ചെയ്ത് ആണ് മുന്നോട്ടുള്ള ജീവിതം വന്നത്. ഇപ്പം ഞങ്ങൾ എന്താ പറയുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞു. രാധിക അയ്യപ്പൻ പിള്ള സാറിൻ്റെ കൊച്ചുമോളാണ്. രണ്ടുപേരും മറിമനസിൽ MCOM പഠിച്ചിരുന്നു, കണ്ടിഷ്ടപ്പെട്ടു. അവർ തന്നെ അതും ലവ് വരെ ഞാൻ നമ്മൾ ജാതി മതമൊക്കെ രണ്ടാമത്തെ കാര്യം, മനുഷ്യത്വം ആണ്, സന്തോഷത്തോടെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ സംഗീതമായിട്ട് മുന്നോട്ട് പോവുക. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.